സിവിൽടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മുതൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാർട്ടും കൂടെ ആഡ് ചെയ്യാണ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ പാർട്ട് 1 വീഡിയോ ആണ് ഇന്നിപ്പോൾ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 സർവേയർ ഗ്രേഡ് 2ന്റെ ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ടൗൺ ആൻഡ് കൺട്രി പ്ലാനിങ്. ഇതിൽ 2014 നടന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഓപ്ഷൻസും വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ക്ലിയർ ചെയ്ത് പോകും അല്ലെ. ആ ഒരു ഏരിയ എന്ന് പറയുന്നത് അല്ലാണ്ട് നമ്മൾ നോട്ടായിട്ട് തന്നെ ഓരോ പോർഷൻസ് ആഡ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു നോട്ട് മാത്രം പോരല്ലേ, നമ്മൾ ക്വസ്റ്റ്യൻസ് മാക്സിമം എത്ര കവർ ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും നമ്മുടെ മാർക്കും. അതുപോലെ തന്നെ നമ്മളെ പഠിക്കുന്നത് എത്രത്തോളം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് അറിയണമെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യണം അല്ലേ. അതുകൊണ്ട് നമ്മൾ വീക്ക്ലി വൺസ് എന്നുള്ള രീതിയിൽ മാക്സിമം പറ്റുന്ന രീതിയിൽ വീക്ക്ലി വൺസ് ആയിട്ട് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസ്സും കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ആഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം നിങ്ങൾക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും തിരക്കുണ്ടെങ്കിലൊക്കെ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കവർ ചെയ്ത് പോവാം അല്ലേ. അപ്പം ഒരുപാട് ലെങ്തി ആയിട്ട് വീഡിയോസ് ഇടാണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് ഡിസ്കസ് ചെയ്യാന്നുള്ള രീതിയിലാണ് വിചാരിച്ചിട്ടുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ആഡ് ചെയ്യാം. അത് ഞാൻ കൺസിഡർ ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോസിൽ ചേഞ്ചസ് വരുത്താൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തത് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2ന്റെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? ഇൻ സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് ഓപ്ഷൻ എ വരുന്നത് ഫ്രണ്ട് എലിവേഷൻ ഈസ് ഫ്ലെമിഷ് ബോണ്ട് ആൻഡ് ബാക്ക് എലിവേഷൻ ഈസ് ഇംഗ്ലീഷ് ബോണ്ട്. ഓപ്ഷൻ ബി വരുന്നത് ഫ്രണ്ട് എലിവേഷൻ ഈസ് ഇംഗ്ലീഷ് ബോണ്ട് ആൻഡ് ബാക്ക് എലിവേഷൻ ഈസ് ഫ്ലെമിഷ് ബോണ്ട്. ഓപ്ഷൻ സി വരുന്നത് ഫ്രണ്ട് ആൻഡ് ബാക്ക് എലിവേഷൻസ് ആർ ഫ്ലെമിഷ് ബോണ്ട്. ഓപ്ഷൻ ഡി വരുന്നത് നൺ ഓഫ് ദ എബോവ് അല്ലേ. അപ്പോൾ നമുക്ക് സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രിക്ക് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലേ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബ്രിക്കിൽ ഏതൊക്കെ ടൈപ്പ്, നമുക്ക് ഈ ഒരു ബ്രിക്കിൽ തന്നെ ഇംഗ്ലീഷ് ബോണ്ട് എന്താണ്, ഫ്ലെമിഷ് ബോണ്ട് എന്താണെന്നൊക്കെ ആദ്യം നമുക്ക് നോക്കാണ്ട് അല്ലേ. എന്താണ് ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നതൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് ബോണ്ട് ഇൻ ബ്രിക്ക് വർക്ക് ആണ് അല്ലേ. അപ്പോൾ ആ ഒരു ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇംഗ്ലീഷ് ബോണ്ട് എന്താണ്, ഫ്ലെമിഷ് ബോണ്ട് എന്താണ്, അതുപോലെ തന്നെ സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് ആണല്ലോ നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് എന്താണ്, ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് എന്താണെന്നുള്ളതൊക്കെ പറയാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇംഗ്ലീഷ് ബോണ്ട് അല്ലേ. ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു പിക്ചറിൽ കാണിച്ചു തന്നിട്ടുള്ളതാണ് ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത്. അൾട്ടർനേറ്റ് കോഴ്സസ് കൺസിസ്റ്റ് ഓഫ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഞാൻ വേറൊരു പിക്ചറിൽ സ്ട്രക്ചർ ബോണ്ട് അല്ലേ, സ്ട്രക്ചേഴ്സ് മാത്രം കൊടുത്തിട്ടുള്ള ബോണ്ടാണ്. ഇത് കണ്ടോ, സ്ട്രക്ചർ ഇങ്ങനെയുള്ള ഈ ഒരു ഇതിനെയാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുക. ഹെഡർ ആണെങ്കിൽ ഒരു ഷോർട്ട് പോർഷൻ ആയിട്ട് നമ്മൾ ബ്രിക്ക് വെക്കുന്നതിന് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രക്ചർ ബോണ്ട് കംപ്ലീറ്റ് ലെയർ ആയിട്ട് കൊടുക്കുന്നതിന് സ്ട്രക്ചർ ബോണ്ട് എന്ന് പറയും. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് ഇംഗ്ലീഷ് ബോണ്ടും ഫ്ലെമിഷ് ബോണ്ടും ഒക്കെയാണ് അല്ലേ. ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ലെയറിൽ നമ്മളിപ്പം സ്ട്രക്ചർ വെക്കും, അടുത്ത ലെയറിൽ നമ്മൾ ഹെഡർ വെക്കും. അപ്പം ഇതാണ് സ്ട്രക്ചർ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഇതാണ് ഹെഡർ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് ലെയർ മൊത്തം സ്ട്രക്ചേഴ്സ് ആണ്, സെക്കൻഡിൽ മൊത്തം ഹെഡേഴ്സ് ആണ്, പിന്നെ സ്ട്രക്ചേഴ്സ് പിന്നെ ഹെഡേഴ്സ് അല്ലേ. അങ്ങനെ നമ്മൾ വെക്കുന്നതിനെയാണ് നമ്മൾ ഇംഗ്ലീഷ് ബോണ്ട് എന്നല്ലേ ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത് അല്ലേ. എന്തായിരുന്നു ഇംഗ്ലീഷ് ബോണ്ട്? അൾട്ടർനേറ്റ് കോഴ്സസ് കൺസിസ്റ്റ് ഓഫ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് ഇംഗ്ലീഷ് ബോണ്ട് എന്ന്. അതുപോലെ തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ബോണ്ട് പറയുമ്പം ഇംഗ്ലീഷ് ബോണ്ട് തന്നെയാണ് വരിക. ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കി വെക്കുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഫ്ലെമിഷ് ബോണ്ട് അല്ലേ. ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ എവരി കോഴ്സ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ആർ പ്ലേസ്ഡ് അൾട്ടർനേറ്റ്ലി അല്ലേ. അപ്പോൾ നമ്മൾ ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് എവരി കോഴ്സിൽ അൾട്ടർനേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ബോണ്ടിനെയാണ് നമ്മൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുക. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കി വെക്കാം. പിന്നെ നമുക്ക് സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടും ഡബിൾ ഫ്ലെമിഷ് ബോണ്ടും നോക്കാനുണ്ട് അല്ലേ. സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഫേസിംഗ് എലിവേഷൻ ഈസ് ഫ്ലെമിഷ് ബോണ്ട് ബട്ട് ബാക്കിംഗ് ആൻഡ് ഹേർട്ടിംഗ് ആർ ഓഫ് ഇംഗ്ലീഷ് ബോണ്ട് അല്ലേ. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ബോണ്ടിനെയാണ് നമ്മൾ സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പം ഫേസിംഗ് എലിവേഷൻ വരുന്ന ഏതാണ്? ഫ്ലെമിഷ് ബോണ്ടാണ്. അതുപോലെ തന്നെ ബാക്കിങ് വരുന്നത് ഇംഗ്ലീഷ് ബോണ്ടാണ് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടിൽ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് ആണെങ്കിലോ, ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് ആണെങ്കിൽ ദ ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ആർ പ്ലേസ്ഡ് അൾട്ടർനേറ്റ്ലി ഇൻ ഫേസിംഗ് ആൻഡ് വെൽ ആസ് ബാക്കിങ് അല്ലേ. അപ്പം ഫേസിങ്ങിലും ബാക്കിങ്ങിലും നമ്മൾ ഈ ഒരു ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് അൾട്ടർനേറ്റ്ലി പ്ലേസ് ചെയ്യുന്ന ആ ഒരു ബോണ്ടിനെയാണ് നമ്മൾ ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുക അല്ലേ.
അപ്പം ഇതാണ് ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മളടുത്ത് ഇവിടെ ചോദിച്ചതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ സ്ട്രക്ചർ ബോണ്ട് കാണിച്ചു അല്ലേ. സ്ട്രക്ചർ ബോണ്ട് എന്തായിരുന്നു? ഓൾ ദ ബ്രിക്സ് ആർ അറേഞ്ച്ഡ് ഇൻ സ്ട്രക്ചർ കോഴ്സ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്ട്രക്ചർ കോഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഇതിന് പകരം ഇവിടെ നമ്മൾ സ്ട്രക്ചർ ആണല്ലേ കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പകരം ഹെഡേഴ്സ് ആണ് ഇങ്ങനെ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ എല്ലാ ലെയറിലും ഹെഡേഴ്സ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിന് നമ്മൾ ഹെഡർ ബോണ്ട് എന്ന് പറയും. ഓൾ ദ ബ്രിക്ക് ആർ അറേഞ്ച്ഡ് ഇൻ ഹെഡർ കോഴ്സ് എന്ന് നമുക്ക് അതിനെ ടേംസ് ആയിട്ട് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്തായിരുന്നു? ഇൻ സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻസ് ഞാൻ വായിക്കാം ഒന്നുകൂടെ. ഓപ്ഷൻ എ വരുന്നത് ഫ്രണ്ട് എലിവേഷൻ ഈസ് ഫ്ലെമിഷ് ബോണ്ട് ആൻഡ് ബാക്ക് എലിവേഷൻ ഈസ് ഇംഗ്ലീഷ് ബോണ്ട് അല്ലേ. ഓപ്ഷൻ ബി വരുന്നത് ഫ്രണ്ട് എലിവേഷൻ ഈസ് ഇംഗ്ലീഷ് ബോണ്ട് ആൻഡ് ബാക്ക് എലിവേഷൻ ഈസ് ഫ്ലെമിഷ് ബോണ്ട്. ഓപ്ഷൻ സി വരുന്നത് ഫ്രണ്ട് ആൻഡ് ബാക്ക് എലിവേഷൻസ് ആർ ഫ്ലെമിഷ് ബോണ്ട്. ഓപ്ഷൻ ഡി വരുന്നത് നൺ ഓഫ് ദ എബോവ് അല്ലേ. ഫ്രണ്ട് ആൻഡ് ബാക്ക് എലിവേഷൻസ് ആർ ഫ്ലെമിഷ് ബോണ്ട്. നമ്മളടുത്ത് ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഏതായിരുന്നു? സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് അല്ലേ. സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടിൻ്റെത് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ ആൻസർ വരിക. ഫ്രണ്ട് എലിവേഷൻ ഈസ് ഫ്ലെമിഷ് ബോണ്ട് ആൻഡ് ബാക്ക് എലിവേഷൻ ഈസ് ഇംഗ്ലീഷ് ബോണ്ട് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുക അല്ലേ. ഇവിടെ ഓപ്ഷൻ സിയിൽ വരുന്ന ഏതാണ്? ഫ്രണ്ട് ആൻഡ് ബാക്ക് എലിവേഷൻസ് ആർ ഫ്ലെമിഷ് ബോണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് ആണല്ലേ വരിക. അപ്പോൾ ആ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കാം. അപ്പോൾ നമുക്കിവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഫ്രണ്ട് എലിവേഷൻ ഈസ് ഫ്ലെമിഷ് ബോണ്ട് ആൻഡ് ബാക്ക് എലിവേഷൻ ഈസ് ഇംഗ്ലീഷ് ബോണ്ട് ഈസ് കോൾഡ് ആസ് സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് അല്ലേ. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. ദ മോസ്റ്റ് മോഡേൺ സർവേയിങ് ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ സിവിൽ എഞ്ചിനീയറിംഗ് വർക്ക്. അപ്പോൾ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മോസ്റ്റ് മോഡേൺ സർവേയിങ് ഇൻസ്ട്രുമെന്റ് അല്ലേ. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് വായിക്കാം. ഓപ്ഷൻ എ വരുന്നത് ഓട്ടോമാറ്റിക് ലെവലിംഗ് ഇൻസ്ട്രുമെന്റ്. ഓപ്ഷൻ ബി വരുന്നത് ഇലക്ട്രോണിക് തിയോഡലൈറ്റ്. ഓപ്ഷൻ സി വരുന്നത് ടോട്ടൽ സ്റ്റേഷൻ. ഓപ്ഷൻ ഡി വരുന്നത് ഓൾ ഓഫ് ദ എബോവ് അല്ലേ. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കുക. നമുക്ക് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ. ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ടോട്ടൽ സ്റ്റേഷൻ ഈസ് ദ മോസ്റ്റ് മോഡേൺ സർവേയിങ് ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് വർക്ക് അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് സർവേന്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് പഠിക്കാം കേട്ടോ. ഓരോ കാര്യങ്ങളും മോഡേൺ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് കവർ ചെയ്യാം. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. തേർഡ് ക്വസ്റ്റ്യൻ, ദ കർവേച്ചർ ഓഫ് എർത്ത് ഈസ് ടേക്കൺ ഇൻ ടു കൺസിഡേർഡ് ഇഫ് ദ ലിമിറ്റ് ഓഫ് സർവേ ഈസ്. അപ്പൊ നമുക്ക് കർവേച്ചർ ഓഫ് ദ എർത്ത്, നമ്മളിപ്പം ഈ ഒരു സർവേ എന്ന് പറഞ്ഞ പോർഷനിൽ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. ദ കർവേച്ചർ ഓഫ് ദ എർത്ത് ഈസ് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ഇഫ് ദ ലിമിറ്റ് ഓഫ് സർവേസ്. നമ്മൾ സർവേയിൽ കർവേച്ചർ കൺസിഡർ ചെയ്യുക എത്ര ഏരിയയിൽ കൂടുമ്പോഴാണ് കൺസിഡർ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ പ്ലെയിൻ സർവേ ആയിട്ട് ചെയ്യുന്നത് ഏത് ഏരിയയിൽ കുറവാണെന്നുള്ളതൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ നമുക്ക് സർവേ എന്ന് പറഞ്ഞാൽ എന്താണ്? സർവേ എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷിംഗ് റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് ദ പോയിന്റ്സ് ഓൺ ദ ഗ്രൗണ്ടിനെയാണ് നമ്മൾ സർവേ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിന് ആക്യുറസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണല്ലോ ഇവിടെ പറഞ്ഞിട്ടുള്ളതിന്റെ ആൻസർ വരിക. അപ്പം ബേസ്ഡ് ഓൺ ആക്യുറസി ഇതിനെ നമ്മൾ സർവേനെ നമ്മൾ പ്ലെയിൻ സർവേ എന്ന് ജിയോഡറ്റിക് സർവേ എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫിക്കേഷൻ പിന്നെ ചെയ്യുന്നുണ്ട്. അതിൽ പ്ലെയിൻ സർവേ പറയുന്നതാണ് എർത്ത് സർഫസ് ഫ്ലാറ്റ് ആയിട്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നുള്ളത്. ജിയോഡറ്റിക് സർവേ ആണെങ്കിൽ കർവേച്ചർ നമ്മൾ കൺസിഡർ ചെയ്യും. എർത്തിന്റെ കർവേച്ചർ കൺസിഡർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ജിയോഡറ്റിക് സർവേ എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ പ്ലെയിൻ സർവേന്റെ ഏരിയ ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 250 അല്ലെങ്കിൽ 260 കിലോമീറ്റർ സ്ക്വയർ ആണ് അല്ലെ പ്ലെയിൻ സർവേന്റെ ഏരിയ ലിമിറ്റ് എന്ന് പറയുന്നത്. ജിയോഡറ്റിക് സർവേ ആണെങ്കിലോ ഗ്രേറ്റർ ദാൻ 260 കിലോമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 100 മൈൽ സ്ക്വയർ ആണ് വരിക. അപ്പൊ അതും കൂടെ അറിഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ സ്ക്രീനിൽ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്തിട്ട് പോവാം. ആൻസർ വരുന്നത് ദ കർവേച്ചർ ഓഫ് ദ എർത്ത് ഈസ് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ഇഫ് ദ ലിമിറ്റ് ഓഫ് സർവേയിങ് ഈസ് ഓപ്ഷൻ എ 50 to 100 കിലോമീറ്റർ സ്ക്വയർ, ഓപ്ഷൻ ബി 100 to 200 കിലോമീറ്റർ സ്ക്വയർ ഉണ്ട്. എന്തായാലും നമുക്ക് അതല്ലല്ലോ ആൻസർ വരുന്നത്. അപ്പം ഓപ്ഷൻ സി 200 to 250 കിലോമീറ്റർ സ്ക്വയർ, ഓപ്ഷൻ ഡി മോർ ദാൻ 250 കിലോമീറ്റർ സ്ക്വയർ അല്ലേ. അപ്പം മോർ ദാൻ 250 അല്ലെങ്കിൽ 260 എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ
ഈ ഒരു ജിയോഡറ്റിക് സർവേ ആണ് വരിക. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മോർ ദാൻ 250 കിലോമീറ്റർ സ്ക്വയറിലാണ് നമ്മൾ കർവേച്ചർ ഓഫ് ദ എർത്ത് കൺസിഡർ ചെയ്യുക അല്ലെ, അല്ലെങ്കിൽ ജിയോഡറ്റിക് സർവേ ചെയ്യുക അല്ലെ. അപ്പൊ നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ അല്ലെ, ഞാനിപ്പോൾ ക്വസ്റ്റ്യനിൽ മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ ഏരിയനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ട് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും മാക്സിമം പരിചയപ്പെടാനുള്ളൊരു കാര്യമാണ് അല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നത്. നമുക്ക് ഓരോ പോർഷൻ്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത്? ആൻ ഇമാജിനറി ലൈൻ ലേയിങ് ത്രൂ ദ സർഫസ് ഓഫ് ദ ഗ്രൗണ്ട് ആൻഡ് preserving and constant inclination to the horizontal is known as. അപ്പം ഈ ഒരു ടേം വായിച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഓപ്ഷൻ എ വരുന്നത് കോണ്ടൂർ ലൈൻ അല്ലെ. ഓപ്ഷൻ ബി വരുന്നത് എന്താണ്? ഓപ്ഷൻ എ കോണ്ടൂർ ലൈൻ ആണ് വരുന്നത്. ഓപ്ഷൻ ബി വരുന്നത് കോണ്ടൂർ ഇന്റർവെൽ ആണ്. ഓപ്ഷൻ സി വരുന്നത് ഹൊറിസോണ്ടൽ ഇക്വലന്റ് ആണ്. ഓപ്ഷൻ ഡി വരുന്നത് കോണ്ടൂർ ഗ്രേഡിയന്റ് ആണ് അല്ലെ. അപ്പം ഇത് കോണ്ടൂർ എന്നുള്ള ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. എന്താണ് ഈ കോണ്ടൂർ അല്ലെങ്കിൽ കോണ്ടൂർ ലൈൻ എന്ന് പറയുന്നത്? കോണ്ടൂർ ലൈൻ എന്ന് പറയുന്നത് ലൈൻ ജോയിനിങ് പോയിന്റ്സ് ഓഫ് ഈക്വൽ എലിവേഷൻ ആണ് അല്ലെ. അപ്പം അതാണ് കോണ്ടൂറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പഠിക്കേണ്ടത്. പിന്നെ എലിവേഷൻ വാല്യൂസ് ഒരു കോണ്ടൂർ വരയ്ക്കുന്ന സമയത്ത് ഇതാണ് നമ്മൾ കോണ്ടൂർ വരയ്ക്കുന്നതെങ്കിൽ ഇതിൽ ഇൻവേർട്സ് ഉള്ളിലേക്കുള്ള വാല്യൂസ് ഉള്ളിലിപ്പം 50, പിന്നെ 40, പിന്നെ 30, ഞാനൊരു എക്സാമ്പിൾ കാണിച്ചതാണ് കേട്ടോ. അങ്ങനെ വരികയാണെങ്കിൽ ഇതിന് നമ്മൾ ഹില്ലെന്നും പറയും. ഇത് തിരിച്ച് ഉള്ളിലുള്ള വാല്യൂ 30, പിന്നെ 40, 50 ഇങ്ങനെ പുറത്തേക്കുള്ള വാല്യൂസ് കൂടി വരികയാണെങ്കിൽ അതിനെ നമ്മൾ വാലി അല്ലെങ്കിൽ സാഗ് എന്ന് പറയും അല്ലേ. അപ്പം അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ നമുക്കിവിടെ ഓരോ ഓപ്ഷൻസ് ആയിട്ട് ജസ്റ്റ് നോക്കിയാലോ. കോണ്ടൂർ ലൈനില്ലേ, കോണ്ടൂർ ലൈന് നമ്മൾ പറഞ്ഞു ലൈൻ ജോയിനിങ് പോയിന്റ്സ് ഓഫ് ഈക്വൽ എലിവേഷൻ ആണ് കോണ്ടൂർ ലൈൻ പറയുന്നത്. പിന്നെ കോണ്ടൂർ ഇന്റർവെൽ അല്ലേ. കോണ്ടൂർ ഇന്റർവെൽ പറഞ്ഞാൽ എന്താണ്? വേർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് കോണ്ടൂർസിനെയാണ് നമ്മൾ കോണ്ടൂർ ഇന്റർവെൽ എന്ന് പറയുന്നത്. പിന്നെ ഹൊറിസോണ്ടൽ ഇക്വലന്റ് ആണെങ്കിലോ, ഓപ്ഷൻ സി ഹൊറിസോണ്ടൽ ഇക്വലന്റ് ആണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഹൊറിസോണ്ടൽ ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് കോണ്ടൂർസിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ഇക്വലന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പിന്നെ നമുക്ക് ഓപ്ഷൻ ഡി ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി കോണ്ടൂർ ഗ്രേഡിയന്റ് അല്ലേ. കോണ്ടൂർ ഗ്രേഡിയന്റ് എന്താണ്? ലൈൻ ലേയിങ് ഓൺ ഗ്രൗണ്ട് സർഫസ് മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് ഇൻക്ലിനേഷൻ ടു ഹൊറിസോണ്ടൽ ആണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് കോണ്ടൂർ ഗ്രേഡിയന്റ് അല്ലേ. അപ്പൊ നമുക്കിവിടെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ. ഓപ്ഷൻ ഡി കോണ്ടൂർ ഗ്രേഡിയന്റ് ആണ് ആൻസർ വരുന്നത്. ഇമാജിനറി ലൈൻ ലേയിങ് ത്രൂ ദ സർഫസ് ഓഫ് ദ ഗ്രൗണ്ട് ആൻഡ് preserving and constant inclination to the horizontal is known as horizontal equivalent ആണ് അല്ലേ. പിന്നെ കോണ്ടൂറിൽ നമുക്ക് വേറൊരു കാര്യം കൂടെ നോക്കാനുണ്ടല്ലോ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് അധിക എക്സാമിനും ചോദിച്ചു വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇതല്ലേ ഓവർ ഹാങ്ങിങ് ക്ലിഫും അതുപോലെ തന്നെ വേർട്ടിക്കൽ ക്ലിഫും അല്ലേ. അപ്പൊ ഇതിന്റെ ഏരിയാസ് മാത്രം ഞാൻ പറയാം. വേർട്ടിക്കൽ ക്ലിഫ് എന്ന് പറഞ്ഞാൽ കോയിൻസൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടേം ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ മെർജ് എന്ന് പറഞ്ഞിട്ടുള്ള ടേം ഉണ്ടെങ്കിൽ, യുണൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടേം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേർട്ടിക്കൽ ക്ലിഫ് ആണ് പറയാം. അപ്പം വേർട്ടിക്കൽ ക്ലിഫ് അല്ലെ, വേർട്ടിക്കൽ ക്ലിഫ് ഇവിടെ കോയിൻസൈഡ് ചെയ്യുന്നുണ്ടല്ലേ. ഈ ഒരു ഏരിയയിൽ ഇവിടെ ഈ ഒരു ഏരിയയിൽ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ വേർട്ടിക്കൽ ക്ലിഫ്. പിന്നെ ഓവർ ഹാങ്ങിങ് ക്ലിഫ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ട് ചെയ്യും അല്ലെ. അപ്പം ഈ ഒരു ഓവർ ഹാങ്ങിങ് രണ്ട് സൈഡിൽ സെയിം ആണല്ലേ ഇവര്. അപ്പൊ ഈ ഒരു പോയിന്റിലൊക്കെ നമ്മൾ ഈ ഒരു ഓവർ ഹാങ്ങിങ് ക്ലിഫ് ഇന്റർസെക്ട് ചെയ്യും, അല്ലെങ്കിൽ ക്രോസിങ് ഈച്ച് അതർ എന്നൊക്കെ പറയാൻ പറ്റും അല്ലെ. അപ്പം ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് ഈ ഒരു കോണ്ടൂർ ഇന്റർവെല്, അതായത് നമ്മൾ നമ്മൾ എന്താണ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞില്ല അല്ലെ. നമ്മൾ ഈ ഒരു കോണ്ടൂർ ഇന്റർവെല് അല്ലെങ്കിൽ കോണ്ടൂർ ലൈൻസ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ എന്നുള്ളൊരു ടേം നമ്മൾ പഠിക്കും കോണ്ടൂറിൽ. അപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ അറിയുന്നുള്ള രീതിയിലായിട്ട് ആദ്യം സംസാരിച്ചത്. അപ്പം കോണ്ടൂർ എന്ന് പറഞ്ഞിട്ടുള്ളത് കോണ്ടൂർ ലൈൻ നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ നമ്മൾ പറയും, എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് വെർട്ടിക്കൽ ക്ലിഫ് ആൻഡ് ഓവർ ഹാങ്ങിങ് ക്ലിഫ്. അപ്പം വെർട്ടിക്കൽ ക്ലിഫ് ആണെങ്കിൽ വെർട്ടിക്കൽ ക്ലിഫ് ആണ് ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു വെർട്ടിക്കൽ ക്ലിഫ് ഈ സെക്കൻഡ് പിക്ചർ ആണ് അല്ലെ. സെക്കൻഡ് പിക്ചറിൽ കാണിച്ചിട്ടുള്ള ഇതാണ് വെർട്ടിക്കൽ ക്ലിഫ്. ഈ ഒരു വെർട്ടിക്കൽ ക്ലിഫിലും അതുപോലെ തന്നെ ഓവർ ഹാങ്ങിങ് ക്ലിഫിലും ഈ ഒരു കോണ്ടൂർ ലൈൻസ് ഇന്റർസെക്ട് ചെയ്യും അല്ലെങ്കിൽ
ഓവർഹാങ്ങിങ്ങിന്റെ കേസിൽ ഇന്റർസെക്ട് ചെയ്യും, വെർട്ടിക്കൽ ക്ലിഫ് ആണെങ്കിൽ കോയിൻസൈഡ് ചെയ്യും, മെർജ് ഒക്കെ ചെയ്യും അല്ലെ. അപ്പൊ ആ ഒരു കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കാം. നമ്മൾ ആൻസർ പറഞ്ഞു അല്ലെ. കോണ്ടൂർ ഗ്രേഡിയൻസ് ആൻ ഇമാജിനറി ലൈൻ laying throughout the surface of the ground and preserving an constant inclination to the horizontal is known as contour gradient അല്ലേ. ഇനി നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കിയാലോ. The rule of water cement ratio was established by അല്ലെ. വാട്ടർ സിമെന്റ് റേഷ്യോ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ആരാണ്? ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ബൈ ഹാർട്ട് പഠിച്ചു വെക്കുന്നതാണ് അല്ലെ. കുറെ പഠിക്കുമ്പോൾ നമുക്ക് തന്നെ അത് മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി വന്നോളും. ഈ ഒരു വാട്ടർ സിമെന്റ് റേഷ്യോ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഓപ്ഷൻസ് ഞാൻ വായിക്കാം. ഓപ്ഷൻ എ ഡഫ് എബ്രഹാം, ഓപ്ഷൻ ബി കാൾ ടെർസാഗി, ഓപ്ഷൻ സി ക്ലോമാൻ, ഓപ്ഷൻ ഡി ഡബ്ല്യു സിംസ് അല്ലെ. അപ്പം ഇവിടെ നമുക്ക് ആൻസർ ചെയ്യുക ഓപ്ഷൻ എ ആണ്. ഡഫ് എബ്രഹാം ആണ് വാട്ടർ സിമെന്റ് റേഷ്യോ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഓപ്ഷൻ ബി പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ കാൾ ടെർസാഗി ആണ് അല്ലെ. അപ്പൊ നിങ്ങൾ ഇതും കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ കാൾ ടെർസാഗി എന്ന് പറയുന്നത് ഫാദർ ഓഫ് സോയിൽ മെക്കാനിക്സ് ആണ് അല്ലെ. അതും കൂടെ അറിഞ്ഞിരിക്കുക. ഇപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ഏരിയ ഒക്കെ പഠിക്കുകയാണെങ്കിലും ഫാദർ ഓഫ് സോയിൽ മെക്കാനിക്സ്, ഇപ്പൊ കാൾ ടെർസാഗി, അതുപോലെ തന്നെ ഫാദർ ഓഫ് വാട്ടർ സിമെന്റ് റേഷ്യോ ഇന്നാളെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പേജിൽ ഇങ്ങനെ ഓരോന്നിന്റെ ആ ഒരു ടേം നമ്മൾ ഒരു പേജിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഡൗട്ട് വരുന്ന സമയത്ത് അത് ക്ലിയർ ചെയ്യാൻ എളുപ്പമായിരിക്കും. മറന്നു പോവാതിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു ചോദിച്ചിട്ടുള്ളത്? വാട്ടർ സിമെന്റ് റേഷ്യോന്റെ അല്ലെങ്കിൽ ദ റൂൾ ഓഫ് വാട്ടർ സിമെന്റ് റേഷ്യോ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഡഫ് എബ്രഹാം. ഡഫ് എബ്രഹാം ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. സോറി, ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ദ റൂൾ ഓഫ് വാട്ടർ സിമെന്റ് റേഷ്യോ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഡഫ് എബ്രഹാം ആണ്. ഇനി നമുക്ക് സിക്സ്ത് ക്വസ്റ്റ്യൻ വരുന്നത് ദ ഷോർട്ട് കട്ട് കീ ടു എക്സ്റ്റെൻഡ് എ സെലക്ഷൻ ടു ദ എൻഡ് ഓഫ് എ വേർഡ് ഈസ്. നമ്മളിതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അങ്ങനെ തന്നെ ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഓപ്ഷൻസ് ഞാൻ പറയാം, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഓപ്ഷൻ എ ഷിഫ്റ്റ് പ്ലസ് റൈറ്റ് ആരോ, ഓപ്ഷൻ ബി കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് റൈറ്റ് ആരോ, ഓപ്ഷൻ സി കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ലെഫ്റ്റ് ആരോ, ഓപ്ഷൻ ഡി കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് അപ്പ് ആരോ അല്ലെ. ആരോ എന്നാണത്, അപ്പ് ആരോ ആണ് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ ഡി. ഇനി നമുക്ക് ഇതിന്റെ ആൻസർ നോക്കണം അല്ലെ. ദ ഷോർട്ട് കട്ട് കീ ടു എക്സ്റ്റെൻഡ് എ സെലക്ഷൻ ടു ദ എൻഡ് ഓഫ് എ വേർഡ് ഈസ്. അപ്പൊ നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടറൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റണ്ട, അല്ലെങ്കിൽ നമ്മളത് അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് സെലക്ട് ടെക്സ്റ്റിനെ സെലക്ട് ചെയ്യാൻ ഷിഫ്റ്റ് പ്ലസ് ആരോ കീസ് ആണല്ലോ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ സെലക്ട് ദ വേർഡ് ടു ദ ലെഫ്റ്റ് ആണെങ്കിൽ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ലെഫ്റ്റ് ആരോ കീ ആണ്. സെലക്ട് ദ വേർഡ് ടു ദ റൈറ്റ് ആണെങ്കിൽ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് റൈറ്റ് ആരോ ആണ് വരിക. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്കിവിടെ ആൻസർ വരുന്ന ഏതാണെന്ന് നോക്കാം അല്ലെ. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്തായിരുന്നു? ദ ഷോർട്ട് കട്ട് കീ ടു എക്സ്റ്റെൻഡ് എ സെലക്ഷൻ ടു ദ എൻഡ് ഓഫ് എ വേർഡ് ആണ് അല്ലെ. അപ്പൊ എൻഡ് ഓഫ് ദ വേർഡ് പറയുന്ന സമയത്ത് ഓപ്ഷൻ ബി ആണ്. കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് റൈറ്റ് ആരോ ആണ് ആൻസർ വരിക. ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ട് വെക്കുക. അറിയില്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട. മേ ബി ഈ ഒരു ക്വസ്റ്റ്യൻ സെയിം നമുക്ക് അടുത്ത എക്സാമിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാമല്ലോ. അപ്പൊ അങ്ങനെ മനസ്സിലാക്കി വെക്കുക. നമുക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഓരോ ഏരിയാസും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു പോവാട്ടോ. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് മാക്സിമം അറിഞ്ഞിരിക്കുക എന്നുള്ളതൊരു നല്ല കാര്യമാണ് അല്ലേ. നിങ്ങൾ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്തു പോവുക. അപ്പോഴാണ് നമുക്കത് ബാലൻസ് ആയിട്ട് പോകാൻ പറ്റുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പഠിച്ച് നമുക്ക് ലിസ്റ്റിൽ നമുക്ക് കയറാൻ പറ്റിയായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു എഫേർട്ട് നിങ്ങൾ എത്രത്തോളം ഇടുന്നുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതും ലിസ്റ്റിൽ കയറാൻ പറ്റുന്നതും ഒക്കെ. അപ്പം മനസ്സിലാക്കി വെക്കുക, മനസ്സിലാക്കി പഠിക്കുക. പറ്റുന്ന രീതിയിൽ മാക്സിമം കാര്യങ്ങൾ പഠിക്കാനും ശ്രമിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. പുതിയ പോർഷൻസ് അല്ലെങ്കിൽ പുതിയ ഓരോ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് ഷോർട്ട് നോട്ടിലേക്ക് എഴുതി വെക്കാൻ ശ്രമിക്കുക. അപ്പം അതൊക്കെ നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സ് ആണ് അല്ലേ. ഒരു കുറച്ച് ടേമിലേക്കുള്ളതല്ല, അതായത് ലോങ് ടേം പ്രോസസ്സ് ആണല്ലേ. അപ്പം അത് മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഇനി നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? ദ ഹൊറൈസൺ ലാസ് ഈസ് ആൻ ഒപ്റ്റിക്കൽ സ്ക്വയർ ഈസ്. ഇപ്പൊ നമ്മൾ ഒപ്റ്റിക്കൽ സ്ക്വയർ അല്ലെ. ഒപ്റ്റിക്കൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പം ഒപ്റ്റിക്കൽ സ്ക്വയറിനെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. നമുക്ക് ക്ലാസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചെയിൻ സർവേയിങ്ങിന്റെ നമ്മൾ റിവിഷൻ സീരീസ് ഒക്കെ ചെയ്ത സമയത്ത് അതിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാസ് നമ്മൾ സർവേൻ്റെത് എടുത്തിട്ടില്ല. എടുക്കുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ചെയിൻ സർവേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക്
ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ഹോളി സിൽവേർഡ്, ഓപ്ഷൻ ബി ഹോളി അൺസിൽവേർഡ്, ഓപ്ഷൻ സി 1/4 സിൽവേർഡ് ആൻഡ് 3/4 അൺസിൽവേർഡ്, ഓപ്ഷൻ ഡി ഹാഫ് സിൽവേർഡ് ആൻഡ് ഹാഫ് അൺസിൽവേർഡ് അല്ലെ. ഹൊറൈസൺ ഗ്ലാസ് ഇൻ ആൻ ഒപ്റ്റിക്കൽ സ്ക്വയർ അല്ലെ. അപ്പം ഇതാണ് ഒപ്റ്റിക്കൽ സ്ക്വയർ വരുന്നത്. ഒപ്റ്റിക്കൽ സ്ക്വയറിന്റെ ഇൻഡെക്സ് ഗ്ലാസും അതുപോലെ തന്നെ ഹൊറൈസൺ ഗ്ലാസും ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒപ്റ്റിക്കൽ സ്ക്വയർ എന്തിനാണ്? പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് സെറ്റ് ചെയ്യേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഹൊറൈസൺ മിറർ എന്ന് പറയുന്നത് ഹാഫ് സിൽവേർഡ് ആണ് അല്ലെ. ഹാഫ് സിൽവേർഡും ഹാഫ് അൺസിൽവേർഡും ആയിട്ടുള്ളതാണ് ഈ ഒരു ഹൊറൈസൺ മിറർ അല്ലെങ്കിൽ ഹൊറൈസൺ ഗ്ലാസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇൻഡെക്സ് മിറർ അല്ലെങ്കിൽ ഇൻഡെക്സ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഫുള്ളി സിൽവേർഡ് ആണ് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഹൊറൈസൺ ഗ്ലാസിൻ്റെതാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്, എന്നാലും ഇൻഡെക്സും കൂടെ അറിഞ്ഞിരിക്കാം. അതുപോലെ തന്നെ ഇതിന്റെ ഓപ്പണിങ്സ് നമ്പർ ഓഫ് ഓപ്പണിങ്സ് 3 നമ്പേഴ്സ് ഉണ്ട്. അതുപോലെ ഇതിന്റെ പ്രിൻസിപ്പിൾസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു ഒപ്റ്റിക്കൽ സ്ക്വയറിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡബിൾ റിഫ്ലക്ഷൻ ആണ്. അപ്പൊ ആ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കാം. അപ്പം ഇത്രയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വരുന്നത്. ഈ ഒരു പിക്ചർ വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാൻ പറ്റുകയാണെങ്കിൽ മനസ്സിലാക്കി വെക്കുക. നമുക്ക് പിക്ചർ വെച്ച് പഠിക്കുകയാണെങ്കിൽ കൂടുതൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഓരോ കാര്യങ്ങൾ. അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഇത് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ മിറേഴ്സിന്റെ ആംഗിൾ, മിറേഴ്സ് ആ 45 ഡിഗ്രിയിൽ എവിടെ കണ്ടിട്ടില്ല. ഈ ഒരു 45 ഡിഗ്രി എന്നുള്ള ആംഗിൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. ഇതിന്റെ ആൻസർ പറയാനുണ്ട്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഹൊറൈസൺ ഗ്ലാസ് ഇൻ ആൻ ഒപ്റ്റിക്കൽ സ്ക്വയർ ഈസ് ഓപ്ഷൻ ഡി ആണ് അല്ലെ. ഹാഫ് സിൽവേർഡ് ആൻഡ് ഹാഫ് അൺസിൽവേർഡ് ആണ് വരാം. ഇനി നമുക്ക് 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. 8ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? IMB 1401 ഈസ് ഓപ്ഷൻ എ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ, ഓപ്ഷൻ ബി തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ, ഓപ്ഷൻ സി സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ, ഓപ്ഷൻ ഡി 4th ജനറേഷൻ കമ്പ്യൂട്ടർ അല്ലെ. ഇതൊക്കെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു ഏരിയാസ് എഴുതി വെച്ചിട്ട് പോവാം അല്ലെ. അപ്പൊ നമുക്ക് IMB 1401 എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ ആണ്. അപ്പൊ അതൊരു ബുക്കിലേക്ക് എഴുതി വെക്കുക. ജസ്റ്റ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം അല്ലെ. അപ്പൊ അതേ രീതിയിലൊന്ന് നോക്കുക. ഇവിടെ നമ്മളത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്? IMB 1401 ഈസ് എ സെക്കൻഡ് ജനറേഷൻ ആണ് വരുന്നത്. അപ്പം ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഇനി നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഫ്രം വിച്ച് ഡയറക്ഷൻ ഡസ് AutoCAD സ്റ്റാർട്ട് മെഷറിംഗ് ആംഗിൾ അല്ലെ. അപ്പൊ നമുക്ക് ഇത് അത്ര ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കില്ല അല്ലെ. ഞാൻ ഓപ്ഷൻസ് വായിക്കുക, അറിയുന്നവരാണെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റും നോക്കുക. ഓപ്ഷൻ എ 12, ഓപ്ഷൻ എ വരുന്നത് 12 o'clock ആണ്. അതുപോലെ തന്നെ ഓപ്ഷൻ ബി വരുന്നത് 9 o'clock, ഓപ്ഷൻ സി 6 o'clock, ഓപ്ഷൻ ഡി വരുന്നത് 3 o'clock അല്ലെ. അപ്പൊ നമുക്ക് ഇതൊരു അറിയാത്തൊരു ഏരിയ തന്നെയായിട്ടാണല്ലേ വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു കാര്യം ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. 0 വരുന്നത് ഈസ്റ്റ് ആണ്. അതുപോലെ തന്നെ 90 വരുന്നത് നോർത്ത് ആണ്. പിന്നെ അതുപോലെ തന്നെ 180 വരുന്നത് വെസ്റ്റ് ആണ്. 270 വരുന്നത് സൗത്ത് ആണ് അല്ലെ. അപ്പൊ ഇവിടെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എവിടെയാന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ വരുന്നത് ഏതാണ്? 3 o'clock ആണ് അല്ലെ. നമ്മൾ ക്ലോക്കിൽ നോക്കുന്ന സമയത്ത് 90 വരുന്ന സമയത്ത് 12 o'clock ആണ്. 180 വരുന്ന സമയത്താണെങ്കിലോ 9 o'clock ആണ്. 270 വരുന്ന സമയത്ത് 6 o'clock ആണ് അല്ലെ. അപ്പൊ ഒരു കാര്യം ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നോർത്ത് 12 o'clock ആണ്, 90 ഡിഗ്രി ആണ് അല്ലെ. ഇത് 90 ഡിഗ്രി ആണ് അല്ലെ വരുന്നത്. അപ്പം പിക്ചർ വെച്ച് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റും. ഇത് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യനിൽ കണ്ടത് കൊണ്ട് ഞാൻ ഇത് കാര്യം ഇങ്ങനെ ആഡ് ചെയ്തേ ഉള്ളൂ. നമുക്ക് എത്രത്തോളം ചോദിക്കുന്ന അറിയില്ല, പക്ഷെ നമ്മളിപ്പം എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്നൊക്കെ കവർ ചെയ്യാം. ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ലെക്കാണല്ലോ, ഇല്ലെങ്കിൽ ഓക്കെ നമുക്ക് അറിഞ്ഞിരിക്കാമല്ലോ. അങ്ങനെ മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും ഒക്കെ നോക്കുക കേട്ടോ. അപ്പം നമുക്ക് 0 വരുന്നത് ഈ ഒരു ഈസ്റ്റിലല്ലേ. അപ്പോൾ നമുക്ക് പിക്ചർ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കുറച്ചുകൂടെ ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമുക്ക് കണക്ട് ചെയ്യാൻ നമ്മളെ ഈ ക്ലോക്ക് നോക്കിയാൽ മതില്ലേ. നമ്മളെ ക്ലോക്കിൽ വരുന്ന സമയത്ത് 12, 3, 6, 9 ഇങ്ങനെയാണല്ലേ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കാര്യം തന്നെ പിക്ചർ വെച്ച് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് വെച്ചിട്ട് കണക്ട് ചെയ്താൽ 2, 3 നല്ല രീതിയിൽ കണക്ട് ചെയ്താൽ കുറച്ചുകൂടെ മനസ്സിലാവും അല്ലേ. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ബൈ ഡീഫോൾട്ട് AutoCAD സ്റ്റാർട്ട് വിത്ത് 0 ആംഗിൾ അറ്റ് 3 o'clock പൊസിഷൻ ദാറ്റ് ഈസ് ഈസ്റ്റിൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. വിത്ത് ആംഗിൾ ഇൻക്രീസ് ഇൻ ദ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് അല്ലേ.
ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അല്ലെ ആംഗിൾസ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. അത് ഓർമ്മയുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് മനസ്സിലാവും അല്ലെ. പിന്നെ നമുക്ക് വേറെ കുറച്ച് ആംഗിൾ മെഷർമെന്റ്സ് പറഞ്ഞിട്ടുള്ളത് നോർത്ത് 12 o'clock 90 ഡിഗ്രി, വെസ്റ്റ് 9 o'clock 180 ഡിഗ്രി, സൗത്ത് 6 o'clock 270 ഡിഗ്രി അല്ലെ. അപ്പൊ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയാലോ. അറിയുന്നവരാണെങ്കിൽ ഓൾറെഡി മനസ്സിൽ സെറ്റ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അറിയാത്തവരാണെങ്കിൽ ഇപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഫ്രം വിച്ച് ഡയറക്ഷൻ ഡസ് ഓട്ടോകാഡ് സ്റ്റാർട്ട് മെഷറിംഗ് ആംഗിൾ എന്ന് ചോദിച്ചാൽ മെഷർ ചെയ്യുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലെ. 3 o'clock ആണ് അല്ലെ വരുന്നത്. ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ അല്ലെ. 10ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? എ പോയിന്റ് എ ഈസ് സിറ്റുവേറ്റഡ് ഇൻ തേർഡ് ക്വാഡ്രന്റ് അല്ലെ. അപ്പൊ നമുക്ക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് നമുക്ക് ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് ഒരു ക്വാഡ്രന്റ് ഒക്കെ കാണുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ടോ അല്ലെ. അപ്പം പോയിന്റ് എ ഈസ് സിറ്റുവേറ്റഡ് ഇൻ തേർഡ് ക്വാഡ്രന്റ് ഈസ് 3 centimeter ബിലോ ഹൊറിസോണ്ടൽ പ്ലെയിൻ അല്ലെ. ഹൊറിസോണ്ടൽ പ്ലെയിനിന്റെ 3 centimeter ബിലോ ആണ് ഈ ഒരു എ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെ. പിന്നെ നമുക്ക് വേറെ ഒരു കാര്യം കൂടെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പ്ലെയിൻ ആൻഡ് 2.5 centimeter ബിഹൈൻഡ് ദ വെർട്ടിക്കൽ പ്ലെയിൻ ആണ് അല്ലെ. 2.5 centimeter ബിഹൈൻഡ് ദ വെർട്ടിക്കൽ പ്ലെയിൻ ഇറ്റ്സ് പ്രൊജക്ഷൻ ഓൺ പ്ലെയിൻ ഈസ്. അപ്പം ഈ ഒരു പ്ലെയിന് നമുക്ക് സിറ്റുവേറ്റ് ആയിട്ടുള്ളത് തേർഡ് ക്വാഡ്രന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 3 centimeter ബിലോ ആണ് ഒരു പോയിന്റ് അല്ലെ. ഈ ഒരു പോയിന്റ് 3 centimeter ബിലോ ആണ് ഹൊറിസോണ്ടൽ പ്ലെയിനിന്റെ. അതുപോലെ തന്നെ 2.5 centimeter ബിഹൈൻഡ് ആണ് വെർട്ടിക്കൽ പ്ലെയിനിന്റെ അല്ലെ. വെർട്ടിക്കൽ പ്ലെയിനിന്റെ അല്ലെ. അപ്പൊ ഈ പ്രൊജക്ഷൻ എങ്ങനെയാണുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ഞാൻ വായിക്കാം, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഓപ്ഷൻ എ 3 centimeter above the reference line and 2.5 centimeter below the reference line. Option B 2.5 centimeter above the reference line and 3 centimeter below the reference line. Option C 3 centimeter below the reference line and below the reference line. Option D 2.5 centimeter above the reference line അല്ലേ. ക്ലാസ് എടുക്കുന്നത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത് സ്പീഡായി പോകുന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് സെക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്ലിയർ ചെയ്യാം കേട്ടോ. മാക്സിമം സ്ലോ ആക്കിയിട്ടാണ് ഞാൻ എടുക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ ചില ഏരിയയിൽ കൂടുന്നുണ്ടെങ്കിലോ അതൊന്ന് പറഞ്ഞാൽ മതി, ക്ലിയർ ചെയ്യാം. അപ്പം ഞാനിതിൻ്റെ ഒരു പിക്ചർ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് കേട്ടോ. പക്ഷെ അത് അത്ര ക്ലിയർ ഇല്ല, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ പറയാം കേട്ടോ ഇത് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്. റൈറ്റിങ്സ് കുറച്ച് ക്ലാരിറ്റി കുറവാണ്. അപ്പോൾ നമുക്ക് 4 quadrants ഉണ്ട് അല്ലേ. അപ്പോൾ ഈ കാണിച്ചിട്ടുള്ളത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. അപ്പോൾ നമ്മളിത് തേർഡ് ക്വാഡ്രന്റിലാണല്ലേ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ക്വാഡ്രന്റിലും നമുക്ക് പോയിന്റ്സ് വരുമ്പം എങ്ങനെയാണ് പറയാന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ക്വാഡ്രന്റ് ഇത്, സെക്കൻഡ് ക്വാഡ്രന്റ് ഇതാണ്, ഇത് തേർഡ് ക്വാഡ്രന്റ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ് അല്ലേ. അപ്പം ആ ഒരു കാര്യം മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കാം. ഇനി നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന സമയത്ത് എങ്ങനെയാണ്? ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുമ്പം ഫസ്റ്റ് ക്വാഡ്രന്റ് ഇവിടെ പറയുന്നത് ഇതാണ് കേട്ടോ ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അല്ലേ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുമ്പം എബോ HP ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് HP ആണ്, ഇൻ ഫ്രണ്ട് ഓഫ് BP ആണ്. അപ്പൊ എബോ ഇൻ ഫ്രണ്ട് എന്നുള്ളത് ഫസ്റ്റ് ക്വാഡ്രന്റ് റിലേറ്റ് ചെയ്ത് ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് സെക്കൻഡ് ക്വാഡ്രന്റ് അല്ലെ, ഇതാണ് HP എന്ന് പറയുന്നത് ഈ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളതാണ്. VP എന്ന് പറയുന്നത് ഈ ഒരു ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ നമുക്ക് HP VP പറഞ്ഞു തന്നു. പിന്നെ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ക്വാഡ്രന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരികയാണെങ്കിൽ എന്താണ് പറയാന്നുള്ളത് അല്ലെ. ഫസ്റ്റിൽ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞു എബോ HP ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ് വരിക. സെക്കൻഡിൽ വരികയാണെങ്കിലോ എബോ HP ബിഹൈൻഡ് VP ആണ് വരിക. തേർഡിൽ വരികയാണെങ്കിൽ ബിലോ HP ബിഹൈൻഡ് VP ആണ് വരിക. ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ ബിലോ HP ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ് അല്ലേ വരിക. അപ്പം ആ ഒരു കാര്യം, ആ ഒരു ടേം കറക്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിലാണെങ്കിലും പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് അല്ലെ. ക്വസ്റ്റ്യനിൽ തേർഡ് ക്വാഡ്രന്റ് എടുത്ത് പറഞ്ഞതിനെ കൊണ്ട് നമുക്ക് ഡൗട്ട് ഉണ്ടാവില്ല. ഇവിടെ നമുക്ക് ബിലോയും അതുപോലെ തന്നെ ബിഹൈൻഡും ആണ് അല്ലെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് തേർഡ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഇപ്പം ബിലോ ബിഹൈൻഡ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊരു തേർഡ് ക്വാഡ്രന്റ് ആണെന്ന് മനസ്സിലാക്കുക. പിന്നെ എബോ ഇൻ ഫ്രണ്ട് ആണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ലെ. അപ്പൊ അങ്ങനെ മനസ്സിലാക്കി വെച്ച് പഠിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് പറയുന്നതിന്റെ മുന്നേ വേറൊരു കാര്യം കൂടെ പറയാം. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റിൽ പറഞ്ഞത് എബോ HP ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ് അല്ലെ. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് പ്ലാൻ എവിടെയാണ് വരിക? പ്ലാന് വരിക
ബിലോ പ്ലാന് വരിക ബിലോ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു ലൈനിന്റെ ബിലോ ആണ് നമുക്ക് പ്ലാന് വരിക. നമ്മൾ നോർമലി വരയ്ക്കുന്നത് അല്ലേ. ഇവിടെ നമ്മളിപ്പോൾ ഒരു പ്ലാന് വരച്ചു, പിന്നെ നമ്മളിപ്പം ഇവിടെ അതിന്റെ എലിവേഷൻ ചെയ്യും അല്ലേ. എലിവേഷൻ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ എന്ന് പറയും അല്ലേ. അപ്പൊ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്നതാണ് ഈ ഒരു പ്ലാന് ബിലോ വരയ്ക്കുന്നതും, അതുപോലെ തന്നെ എലിവേഷൻ എബോ വരുന്നതും. അപ്പം ആ ഒരു കാര്യമാണ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓർത്ത് വെക്കേണ്ടത്. ഇപ്പം ഞാൻ ലൈൻ വെച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇപ്പം ഇതാണ് ഒരു ലൈനെങ്കിൽ നമ്മൾ വി പി മുകളിലും എച്ച് പി താഴെയും വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എബോ എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി അല്ലേ. ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻ ബിലോ ആണ്, എലിവേഷൻ എബോ ആണെന്നുള്ളത് കൂടെ മനസ്സിലാക്കി വെക്കുക. പിന്നെ നമുക്ക് സെക്കൻഡ് ക്വാഡ്രന്റ് അല്ലേ. സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുന്ന സമയത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? എബോ എച്ച് പി ബിഹൈൻഡ് വി പി ആണ് അല്ലേ. അപ്പം എബോ എച്ച് പി ബിഹൈൻഡ് വി പി എന്ന് പറയുമ്പം ഇപ്പൊ ഇതാണല്ലേ നമ്മൾ സെക്കൻഡ് ക്വാഡ്രന്റ് പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് ക്വാഡ്രന്റിൽ വരിക, ഇപ്പം പ്ലാന് വരിക എബോ ആറിലാണ്. ഇതിപ്പോ നമ്മൾ ആറിൽ അല്ലേ, ഈ ഒരു ലൈൻ ആറിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ പ്ലാന് വരിക എബോ ആറിലാണ്, അതുപോലെ തന്നെ എലിവേഷനും വരിക എബോ ആറിലാണ്. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിലും പ്ലാനും എലിവേഷനും ഈ ഒരു മുകളിലാണ് വരിക എന്നുള്ളത് ഓർത്ത് വെക്കുക. എബോ ആറിലിന്റെ മുകളിലാണ് നമ്മൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ വരിക. അപ്പം എബോ പറഞ്ഞാലും ബിഹൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലാണ് അല്ലേ വരുന്നത്. ഈ ഒരു സെക്കൻഡ് ക്വാഡ്രന്റിൽ എബോ എച്ച് ബി ബിഹൈൻഡ് വി പി ആണ് സെക്കൻഡ് ക്വാഡ്രന്റിൽ വരിക. അപ്പൊ രണ്ട് ലൈനും മുകളിലായിരിക്കും ഉണ്ടാവുക സെക്കൻഡ് ക്വാഡ്രന്റിൽ. ഇനി നമുക്ക് തേർഡ് ക്വാഡ്രന്റ് അല്ലെ. തേർഡ് ക്വാഡ്രന്റിൽ എന്താണ് വരിക? ബിലോ എച്ച് പി ബിഹൈൻഡ് വി പി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ ബിലോ എച്ച് പി ബിഹൈൻഡ് വി പി എന്ന് പറഞ്ഞാൽ പ്ലാന് വരിക എബോ ആറിലാണ്. ഇപ്പൊ ആറിൽ ഇതാണെങ്കിൽ പ്ലാന് വരിക എബോ ആറിലാണ്. ഇതാണ് നമ്മളിപ്പോൾ ഒരു പ്ലാനെങ്കിൽ എബോ ആറിൽ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരയ്ക്കുന്നതിന്റെ ഓപ്പോസിറ്റ് അല്ലെ. പ്ലാന് വരയ്ക്കുക മുകളിലും, അതുപോലെ തന്നെ എലിവേഷൻ വരയ്ക്കുക താഴെയാണ് വരിക. അപ്പം ആ ഒരു കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തേർഡ് ക്വാഡ്രന്റിൽ മനസ്സിലാക്കി വെക്കേണ്ടത്. പിന്നെ നമുക്ക് ഫോർത്ത് ക്വാഡ്രന്റിൽ എന്താണ് വരിക? ഫോർത്ത് ക്വാഡ്രന്റിൽ വരുന്നത് ബിലോ എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ് അല്ലെ. അപ്പൊ ബിലോ എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞാൽ പ്ലാനും എലിവേഷനും ബിലോ ആറിലാണ് വരിക. ഇത് ആറിൽ നമ്മൾ പറഞ്ഞു. പ്ലാനും എലിവേഷനും ബിലോ ആറിലായിട്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് ലൈൻസും ബിലോ ആയിട്ട് വരികയാണെങ്കിൽ ആറിലിന്റെ അതിലാണ് നമ്മൾ ഫോർത്ത് ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ ക്ലിയർ ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു 4 ക്വാഡ്രന്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ. അപ്പൊ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? എ പോയിന്റ് എ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ തേർഡ് ക്വാഡ്രന്റ്. തേർഡ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഓൾറെഡി മനസ്സിലായി എബോ എച്ച് പി ബിഹൈൻഡ് വി പി അല്ലെ. അപ്പൊ നമുക്ക് തേർഡ് ക്വാഡ്രന്റ് ഈസ് 3 സെന്റിമീറ്റർ ബിലോ ഹൊറിസോണ്ടൽ പ്ലെയിൻ അല്ലെ. ഹൊറിസോണ്ടൽ പ്ലെയിനിന് 3 സെന്റിമീറ്റർ ബിലോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 2.5 സെന്റിമീറ്റർ ബിഹൈൻഡ് ദ വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. 2.5 സെന്റിമീറ്റർ ബിഹൈൻഡ് ദ വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരിക? 2.5 സെന്റിമീറ്റർ ബിഹൈൻഡ് അല്ലെ. അപ്പൊ മുകളിൽ ഈ ഒരു ലൈന് 2.5 ഒന്നും താഴത്തേക്ക് ബിലോ വരുന്ന ഈ ഒരു എച്ച് പിക്ക് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ അല്ലെ, ഈ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിന് ബിലോ വരുന്നത് 3 സെന്റിമീറ്റർ ബിലോ 2.5 സെന്റിമീറ്റർ ബിഹൈൻഡ് ആണ് അല്ലെ. ബിഹൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 സെന്റിമീറ്റർ എബോ ആണ് അല്ലെ. അപ്പം ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിലാണ് ഈ ഒരു പിക്ചർ വരിക. അപ്പൊ നമ്മുടെ അടുത്ത് തേർഡ് ക്വാഡ്രന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 ബിലോ എച്ച് പി ബിഹൈൻഡ് വി പി കണ്ടു കഴിഞ്ഞാൽ തേർഡ് ക്വാഡ്രന്റ് ആണ്. പ്ലാൻ എബോ ആറിലായിരിക്കും, എലിവേഷൻ ബിലോ ആറിലായിരിക്കും. ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കുക. അപ്പൊ നമുക്കിവിടെ ആൻസർ വരുന്നത് ഏതാണ്? നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. ഓപ്ഷൻസ് ഞാൻ വായിക്കാം, ഇനി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. എ പോയിന്റ് എ ഈസ് സിറ്റുവേറ്റഡ് ഇൻ തേർഡ് ക്വാഡ്രന്റ് ഈസ് 3 സെന്റിമീറ്റർ ബിലോ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് 2.5 സെന്റിമീറ്റർ ബിഹൈൻഡ് ദ വെർട്ടിക്കൽ പ്ലെയിൻ. ഇറ്റ്സ് പ്രൊജക്ഷൻ ഓൺ പ്ലെയിൻ അല്ലേ. ഓപ്ഷൻ എ 3 സെന്റിമീറ്റർ എബോ ദ റെഫറൻസ് ലൈൻ ആൻഡ് 2.5 സെന്റിമീറ്റർ ബിലോ ദ റെഫറൻസ് ലൈൻ അല്ലേ. അപ്പൊ 3 സെന്റിമീറ്റർ എബോ 2.5 സെന്റിമീറ്റർ ബിലോ അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആണ് അല്ലെ. അപ്പൊ ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. സെക്കൻഡ് വരുന്നത് 2.5 സെന്റിമീറ്റർ എബോ ദ റെഫറൻസ് ലൈൻ ആൻഡ് 3 സെന്റിമീറ്റർ ബിലോ ദ റെഫറൻസ് ലൈൻ അല്ലെ. ഇത് കറക്റ്റ് ആണ് അല്ലെ. എന്നാലും നമുക്ക് 4 ഓപ്ഷൻസും വായിക്കാം. ഓപ്ഷൻ സി വരുന്നത് 3 സെന്റിമീറ്റർ ബിലോ ദ റെഫറൻസ് ലൈൻ അല്ലെ. ഇത് കറക്റ്റ് ആണ്, പക്ഷെ 2.5 സെന്റിമീറ്റർ എവിടെയാന്ന് പറഞ്ഞിട്ടില്ല അല്ലെ.
അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി നോക്കാം. 2.5 സെന്റിമീറ്റർ എബോ ദ റെഫറൻസ് ലൈൻ. അപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ. ഓപ്ഷൻ ബി 2.5 സെന്റിമീറ്റർ എബോ ദ റെഫറൻസ് ലൈൻ ആൻഡ് 3 സെന്റിമീറ്റർ ബിലോ ദ റെഫറൻസ് ലൈൻ ആണ് ഇവിടെ ആൻസർ വരുന്നത്. അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയാണ് കേട്ടോ നമ്മൾ ഇന്ന് ക്വസ്റ്റ്യനിൽ ആഡ് ചെയ്തിട്ടുള്ളത്. 10 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ക്ലിയർ ചെയ്യുന്നത് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇത്രയാണ് വീഡിയോ വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ട്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും പെട്ടെന്ന് പഠിച്ചു പോവാം അല്ലേ. നമുക്ക് 10 ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ നമുക്ക് ഓവർ സ്ട്രെയിൻ വരുന്നില്ല. അപ്പോൾ സമയം എടുത്ത് പഠിക്കാം. അപ്പം നമുക്ക് എക്സാംസ് വരുന്ന സമയത്ത് നമ്മൾ റിവിഷൻ സീരീസ് ഓൾറെഡി കുറേ ക്വസ്റ്റ്യൻസ് വെച്ച് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മളിത് മെല്ലണ പഠിക്കുമ്പോൾ നമുക്ക് ഇതേ രീതിയിൽ പഠിച്ചു പോവാം. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ആ ഒരു മാറ്റങ്ങൾ വരുത്തിയിട്ട് തന്നെ ഞാൻ വീഡിയോസ് ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പം എല്ലാവരും ഈ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. PSC പഠിക്കുന്ന സമയത്ത് ഒരു ബ്രേക്ക്, ഒരു എക്സാം കഴിഞ്ഞ്, ഇപ്പം നമുക്ക് കഴിഞ്ഞ ടീച്ചറിൻ്റെ എക്സാം കഴിഞ്ഞതാണെങ്കിൽ അപ്പം ആ ഒരു എക്സാം കഴിഞ്ഞ ആ ഒരു അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടും ഉണ്ടാവും. എന്താണെങ്കിലും നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. ഒരു ജോലി കിട്ടുന്നത് വരെ നമ്മൾ ആ ഒരു സ്റ്റഡി കണ്ടിന്യൂ ചെയ്ത് പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.